നെക്സ്റ്റ് നമുക്ക് പോളിമേഴ്സിനകത്ത് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് പോളിമറൈസേഷൻ ആണ്. അപ്പോൾ പോളിമേഴ്സ് ഞാൻ പറഞ്ഞായിരുന്നു, കൂടുതലും മോളിക്കുലർ വെയിറ്റ് ഉള്ള ആളുകളെയാണ് നമ്മൾ പോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. മോണോമേഴ്സിൽ നിന്നാണ് പോളിമേഴ്സ് ഫോം ചെയ്യുന്നത്. പോളിമേഴ്സ് നാച്ചുറൽ പോളിമേഴ്സ് ഉണ്ട്, സിന്തറ്റിക് പോളിമേഴ്സ് ഉണ്ട്. നാച്ചുറൽ പോളിമേഴ്സിൻ്റെ എക്സാമ്പിളായിട്ടാണ് നമ്മൾ പറയുന്നത് പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്, നാച്ചുറൽ റബ്ബർ. സിന്തറ്റിക് പോളിമേഴ്സ് ആണ് നമ്മൾ PVC, നൈലോൺ, സിന്തറ്റിക് റബ്ബർ, ഇതൊക്കെ എന്താണ് പോളിയെഥിലീൻ, ഇതൊക്കെയാണ് സിന്തറ്റിക് പോളിമേഴ്സ്. സോ ആ സിന്തറ്റിക് പോളിമേഴ്സിനെ പോളിമേഴ്സിൻ്റെ ഫോർമേഷന് ഏതൊക്കെ റിയാക്ഷൻസ് ഉണ്ടോ അതിനെയാണ് നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഓവറോൾ റിയാക്ഷൻ ലീഡിങ് ടു ദ ഫോർമേഷൻ ഓഫ് പോളിമേഴ്സ് ഫ്രം മോണോമേഴ്സ് ഈസ് കോൾഡ് പോളിമറൈസേഷൻ. ഓക്കെ, ആ പോളിമറൈസേഷൻ ടെക്നിക്സ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് പോളിമറൈസേഷൻ. ഇതിൽ അഡീഷൻ പോളിമറൈസേഷൻ ഉണ്ട്, കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഉണ്ട്, ആൻഡ് കോർഡിനേഷൻ പോളിമറൈസേഷൻ എന്നും പറഞ്ഞൊരു പോളിമറൈസേഷനും കൂടി ഉണ്ട്. ഇത്രയാണ് നിങ്ങളുടെ സിലബസിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് അഡീഷൻ പോളിമറൈസേഷനിലേക്ക് കിടക്കാം. എന്താണ് അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്? സിംപ്ലി അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. ഓരോ മോണോമർ യൂണിറ്റ് കമ്പൈൻ ചെയ്ത് ഒരു പോളിമർ ആകുന്നു. ഓക്കെ, സെയിം എംപെരിക്കൽ ഫോമുല ആയിരിക്കും, പക്ഷെ അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എംപെരിക്കൽ ഫോമുല എന്താണ്? സ്റ്റാർട്ടിങ് മെറ്റീരിയലിൻ്റെ അതേ ഫോമുലാസ് ആയിരിക്കും, പക്ഷെ എന്താണ്? മോളിക്കുലർ വെയിറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെ എന്താണ്? ഇവിടെ ഒരു സാധനത്തിന് എന്ന് പറഞ്ഞാൽ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സാധനമില്ല. ഓക്കെ, നോ ലിബറേഷൻ ഓഫ് സ്മോൾ മോളിക്യൂൾസ് ഡ്യൂറിങ് അഡീഷൻ പോളിമറൈസേഷൻ. അഡീഷൻ പോളിമറൈസേഷൻ നടക്കണമെങ്കിൽ അതെന്തായിരിക്കണം? ഒന്നെങ്കിൽ ഡബിൾ ബോണ്ട് വേണം, അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് വേണം. എന്ന് പറഞ്ഞാൽ ആൽക്കീൻസ്, വിനൈൽ ക്ലോറൈഡ്, ഇതിലൊക്കെ അഡീഷൻ പോളിമറൈസേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ അഡീഷൻ പോളിമറൈസേഷൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ ഈഥീൻ എന്ന് പറയുന്നത്. CH2 ഡബിൾ ബോണ്ട് CH2, അത് N ടൈംസ് എടുക്കണം. എന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും ആകാം. ആ N നമ്പർ, ആ എന്ന് പറയുന്ന സാധനം സൂചിപ്പിക്കുന്നതാണ്. സോ വി വിൽ ഗെറ്റ് CH2 സിംഗിൾ ബോണ്ട് CH2. അപ്പുറം ഇപ്പുറവും ഇങ്ങനെ എഴുതാവുള്ളൂ. ഈ ഒരു വര ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ കൊടുക്കണം. ആൻഡ് ബ്രാക്കറ്റ് ഇട്ടിട്ട് N ടൈംസ്. അത് ഇത്രയും ഈഥീൻ മോളിക്യൂൾസിൻ്റെ ഡബിൾ ബോണ്ട് റെഡ്യൂസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പോളിമറാണ് പോളിത്തീൻ എന്ന് പറയുന്ന പോളിമർ. ഓക്കെ, പോളിത്തീൻ എന്ന് പറയുന്ന പോളിമർ. ഓക്കെ, ഇനി അതിൻ്റെ മെക്കാനിസം നോക്കാം. അഡീഷൻ പോളിമറൈസേഷൻ ചെയിൻ മെക്കാനിസമാണ് ഫോളോ ചെയ്യുന്നത്. അത് തന്നെ മൂന്ന് ഇതുണ്ട്. ഫ്രീ റാഡിക്കൽ അഡീഷൻ പോളിമറൈസേഷൻ, ആനയോണിക് അഡീഷൻ പോളിമറൈസേഷൻ, കാറ്റയോണിക് അഡീഷൻ പോളിമറൈസേഷൻ. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇനീഷ്യേറ്റേഴ്സ് ഏതാണ്? ഇനീഷ്യേറ്റ് ചെയ്യുന്നത് റിയാക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഒരു ഫ്രീ റാഡിക്കൽ ആണെങ്കിൽ നമ്മളതിനെ ഫ്രീ റാഡിക്കൽ അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറയും. ആനയോൺ ആണെങ്കിൽ ആനയോണിക് അഡീഷൻ പോളിമറൈസേഷൻ, കാറ്റയോൺ ആണെങ്കിൽ കാറ്റയോണിക്. റിയാക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ആരാണ്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ മൂന്ന് തരം അഡീഷൻ പോളിമറൈസേഷൻ മെക്കാനിസംസ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഫ്രീ റാഡിക്കൽ മെക്കാനിസം നോക്കാം. സോ ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആയാലും ആനയോണിക് ആയാലും കാറ്റയോണിക് ആയാലും സ്റ്റെപ്സ് ഒന്നാണ്: ഇനീസിയേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ. ഓക്കെ, ഇനീഷ്യേറ്റ് ചെയ്യണം, ദെൻ അത് പ്രൊപ്പഗേറ്റ് ചെയ്യണം, ആൻഡ് ദെൻ ടെർമിനേറ്റ് ചെയ്യണം. അതാണ് എന്തെന്ന് പറയുന്നത് ഇവിടെ ഓവറോൾ എല്ലാത്തിലും നടക്കുന്നത് ഇതാണ്. ചെയിൻ മെക്കാനിസം എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ തന്നെ. ഫ്രീ റാഡിക്കൽ ഇനീഷ്യേറ്റ് ഇവിടെ ബെൻസോയിൽ പെറോക്സൈഡ് ആണ്. അത് I ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. I എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തെടുക്കുകയാണ്. ബെൻസോയിൽ പെറോക്സൈഡ്സ് ആണ് നമ്മൾ എടുക്കാറ്. ഹോമോളിസിസ് ജനറേറ്റ്സ് ഫ്രീ റാഡിക്കൽ. ഇത് I എന്ന് പറയുന്നത് I ഡോട്ട് ആയിട്ട് മാറും. ഈ ഡോട്ടാണ് സൂചിപ്പിക്കുന്നത് അതൊരു ഫ്രീ റാഡിക്കൽ ആണെന്ന്. ഓക്കെ, വിച്ച് ഇനീഷ്യേറ്റ്സ് ദ റിയാക്ഷൻ വിത്ത് ദ മോണോമർ പ്രൊഡ്യൂസിങ് എ ന്യൂ ഫ്രീ റാഡിക്കൽ. എന്ന് പറഞ്ഞാൽ അതെന്താണ്? I ഡോട്ട് എന്ന് പറയുന്നത് CH2 ഡബിൾ ബോണ്ട് CH2നെ എന്ത് ചെയ്യുന്നു? ഒരു ഫ്രീ റാഡിക്കലാക്കി മാറ്റുന്നു. മീൻസ് I ചെന്നിട്ട് ഇവിടെ ഇതിലൊരു ബോണ്ട് ഉണ്ടാക്കുന്നു. ദെൻ ഈ ബോണ്ട് അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? സിംഗിൾ ബോണ്ട് ആവുന്നു. ഇവിടെ ഒരു CH2 ഫ്രീ റാഡിക്കൽ ഉണ്ടാവുന്നു, ന്യൂ ഫ്രീ റാഡിക്കൽ. നെക്സ്റ്റ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ
ഫ്രീ റാഡിക്കൽ പ്രൊഡ്യൂസ് ചെയ്തല്ലോ നേരത്തെ സ്റ്റെപ്പിൽ, അതെന്ത് ചെയ്യുന്നു, അടുത്ത മോണോമർ മോളിക്യൂളിലേക്ക് പോയി ആഡ് ചെയ്യുന്നു. പിന്നെ അടുത്ത അങ്ങനെ അടുത്ത ഫ്രീ റാഡിക്കൽ അടുത്ത മോണോമർ യൂണിറ്റിലേക്ക് ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്ത് വരുന്നു. അങ്ങനെ ഒരു ചെയിൻ ഫോം ചെയ്യുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഇവിടെ ICH2CH2 റാഡിക്കൽ എന്ന് പറയുന്നത് NCH2 ഡബിൾ ബോണ്ട് CH2 ആയിട്ട് ഇത് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്ന ഈ സാധനം ഇതിനകത്തോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു എന്ന് വേണേൽ നമുക്ക് പറയാം. സോ ICH2 സിംഗിൾ ബോണ്ട് CH2 N ടൈംസ്, അതാണ് ഈ സാധനം. ഓക്കെ, CH2 ഡോട്ട് അങ്ങനെ കുറേ ലോങ് ചെയിനുകളായിട്ട് മാറുന്നു. ആൻഡ് ദെൻ ടെർമിനേഷൻ നടക്കുന്നു. കാരണം നമുക്ക് വേണ്ടത്ര അഡീഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ടെർമിനേറ്റ് ആകുന്നു. One way is the combination of two growing chains or the combination of one growing chain with initiator radical. രണ്ട് രീതി ടെർമിനേഷൻ നടക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇനീഷ്യേറ്റർ റാഡിക്കലുമായിട്ട് തന്നെ കമ്പൈൻ ചെയ്ത് ടെർമിനേറ്റ് ആകാം. അതാണ് ഇതെന്ന് പറയുന്നത്. ഇനീഷ്യേറ്റർ റാഡിക്കൽ I ഡോട്ട് ആയിരുന്നല്ലോ. ഓക്കെ, അതാണ് ഇതെന്ന് പറയുന്നത്. I ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ടെർമിനേറ്റ് ആകുന്നു. ഓക്കെ, ഒരെണ്ണം പഠിച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ്, അങ്ങനെയാണ് നമ്മുടെ ഫ്രീ റാഡിക്കൽ മെക്കാനിസം ഓപ്പറേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആനയോണിക് മെക്കാനിസം ആണ്. ഇവിടെ ബേസ് ആയിരിക്കും, മീൻസ് എന്താണ്, ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത് ബേസ് ആയിരിക്കും. ജനറൽ മെക്കാനിസം ഇവിടെയും എന്താണ്, ഇനീസിയേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ. അതിൻ്റെ ഇതെന്ത് വരുന്നു, ഒരു വേരിയേഷൻ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. സോ ബേസ് നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ്, ബേസ് വന്നിട്ട് ഇവിടെ അറ്റാച്ച്ഡ് ആവും. ഓക്കെ, സോ അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു. ആൻഡ് ദെൻ ഈ ബോണ്ട് അപ്പോഴത്തേക്ക് ഷിഫ്റ്റ് ആവും. ആൻഡ് ഇവിടെ മൈനസ് ചാർജ് വരുന്നു. ഓക്കെ, ഒരു കാർബാനയോൺ ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. മൈനസ് ചാർജ് വരുന്ന ആൾക്കാരെയാണ് നമ്മൾ കാർബാനയോൺ എന്ന് പറയുന്നത്. ഓക്കെ, ആ ബേസ് എന്ന് പറയുന്നത് എന്താകാം, ലിഥിയം അമൈഡ് ആകാം, N-ബ്യൂട്ടൈൽ ലിഥിയം ആകാം, അതെന്ത് വേണേലും ആകാം. നെക്സ്റ്റ് പ്രൊപ്പഗേഷൻ ആണ്. എന്താണ്, ഈ ഒരു ചെയിനിനെ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഇതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുകയാണ്. സോ CH2 മൈനസ്, ഇത് മൈനസ് ആണ്. അത് രണ്ട് ഇലക്ട്രോൺസ് താഴെ കാണിച്ചേക്കുന്നതുകൊണ്ട് എന്താണ്, അതെല്ലാം ഒന്നിച്ച് കാണുന്നതാണ്. ഓക്കെ, ഇനി സക്സസീവ് അറ്റാക്ക് ഓഫ് മോണോമർ. അങ്ങനെ കൂടുതൽ അറ്റാക്ക് നടക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ആ ചെയിൻ കൂടി വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയേ, NCH2CH2 ഡബിൾ ബോണ്ട് CH2നെ ആണ് ഇതിനകത്തോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നോക്കിയേ BCH2CH, നമുക്ക് എവിടെ വേണേലും ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ വേണേലും നമുക്ക് ഇവരെ ഇൻകോപ്പറേറ്റ് ചെയ്യാം. CH2 N ടൈംസ്, അവസാനം കാർബാനയോണിൻ്റെ ആ ഒരു CH2. ഓക്കെ, നെക്സ്റ്റ് ടെർമിനേഷൻ ആണ്. ടെർമിനേഷൻ നമുക്ക് എങ്ങനെ നടത്താം, ലൂയിസ് ആസിഡ്സ് വെച്ചിട്ട് നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം. അപ്പോൾ H+ കൊടുത്തു കഴിഞ്ഞാൽ അത് CH3 ആയിട്ട്, H+ എന്ത് ചെയ്യുന്നു, ഇവിടോട്ട് കയറും. അപ്പോൾ അത് CH3 ആയിട്ട് മാറും. ചെയിൻ, ആ റിയാക്ഷൻ അവിടെ ടെർമിനേറ്റ് ആകും. ഓക്കെ, this type of polymerization occurs readily with ethylene substituted by powerful electron withdrawing groups which facilitate nucleophilic attacks. Nucleophilic attack ഫേവർ ചെയ്യുന്ന ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഈ ടൈപ്പ് ഓഫ് പോളിമറൈസേഷൻ നടക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാറ്റോണിക് മെക്കാനിസം സെയിം ആണ് ഇവിടെയും. ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത് ആരായിരിക്കും, പ്രോട്ടോണിക് ആസിഡ്സ് ആയിരിക്കും. ലൈക്ക് ഹാലോ ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ലൂയിസ് ആസിഡ്സ്, ഇവരൊക്കെ ആയിരിക്കും നമ്മളുടെ എന്ത് ചെയ്യുന്നത്, ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ഉണ്ടാവുന്ന ഇൻ്റർമീഡിയറ്റ് അപ്പോൾ ആരായിരിക്കും, കാർബോകാറ്റയോൺ ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. ഫസ്റ്റ് ഇനീസിയേഷൻ H+ കൊടുക്കുന്നു. അപ്പോൾ എന്താണ്, ഈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഈ H+ വന്നിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ CH3CH2+, ഇവിടെ അപ്പോൾ പോസിറ്റീവ് ചാർജ് വരുന്നു. ഓക്കെ, നെക്സ്റ്റ് പ്രൊപ്പഗേഷൻ നടക്കുന്നു. എന്താണ്, ഇവിടുത്തെ ഈ H+നെയാണ് അവർ എന്നും പറഞ്ഞ് എഴുതിയേക്കുന്നത്. അത് മനസ്സിലാകാനായിട്ടാണ്. ഈ ഒരു ചെയിൻ ഇങ്ങോട്ടേക്ക് കയറി കഴിയുമ്പോൾ മനസ്സിലാകാനാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത് കേട്ടോ. NCH2CH2CH2CH2+. ഓക്കെ, അങ്ങനെ എന്താണ്, സക്സസീവ് അറ്റാക്ക് നടക്കുമ്പോഴത്തേക്ക് NCH2 ഡബിൾ ബോണ്ട് CH2 N ടൈംസ് എന്നായിട്ടുള്ള രീതിയിൽ നമ്മുടെ എന്തിലേക്ക് കയറും, നമ്മുടെ ചെയിനിലേക്ക് കയറും. ഓക്കെ, അപ്പോൾ അവിടെ കൂടുതൽ എത്രത്തോളം ആഡ് ചെയ്യുന്നു അത്രത്തോളം ചെയിൻ വലുതായിക്കൊണ്ടിരിക്കും. ടെർമിനേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം, ഒരു ആനയോൺ വെച്ച് കമ്പൈൻ ചെയ്താലും മതി.
ഓക്കെ. ഈ റിയാക്ഷൻ പഠിച്ചാൽ മതി. ആനയോൺ വെച്ച് കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ ആനയോൺ വന്നിട്ട് ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആവും, X-. അപ്പോൾ CH2X ആണ് നമുക്ക് ടെർമിനേറ്റ് ആവുമ്പോൾ കിട്ടുന്നത്. അപ്പം എന്താണ്, ചെയിൻ ടെർമിനേറ്റ് ആയി റിയാക്ഷൻ അവിടെ തന്നെ നിൽക്കും. ഈ ടൈപ്പ് ഓഫ് പോളിമറൈസേഷൻ ആൽക്കീൻസ് ഹാവിങ് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്സ് ഉള്ള ആൽക്കീൻസിനാണ് കൂടുതൽ ഈ ടൈപ്പ് ഓഫ് പോളിമറൈസേഷൻ നടക്കാൻ സാധ്യത എന്ന് പറയുന്നത്. സോ അതാണ് നമ്മുടെ അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. 3 രീതിയിലാണ് മെക്കാനിസം വരുന്നത്. മോണോമേഴ്സ് ആഡ് ചെയ്ത് എന്താവുന്നു, ഹൈ മോളിക്കുലർ വെയിറ്റ് ആവുന്നു. അങ്ങനെയാണ് നമുക്ക് പോളിമർ കിട്ടുന്നത്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് അഡീഷൻ പോളിമറൈസേഷൻ്റെ ഈഥീൻ പോളിഥീൻ ആകുന്നത്. ഓക്കെ, 3 രീതിയിൽ നടക്കാം. കാറ്റയോണിക് മെക്കാനിസം ഉണ്ട്, ഫ്രീ റാഡിക്കൽ മെക്കാനിസം ഉണ്ട്, ആനയോണിക് മെക്കാനിസം ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പോളിമറൈസേഷൻ ആണ് കോർഡിനേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെ സീഗ്ലർ-നെറ്റാക്ക് പോളിമറൈസേഷൻ എന്നും പറയും. ആൻഡ് പിന്നെ നമുക്ക് വേറൊരു പോളിമറൈസേഷൻ ഉള്ളത് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ആണ്.